സ്പെഷ്യൽ റേഡിയോ നാടകം പെരുന്നാൾ വീട്. രചന സംവിധാനം ഫാത്തിമ തഹാനി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഫാത്തിമ ഫെമിന, ആയിഷ ആന്റി നെജ്വ, സൈറ ആന്റി ജസ്ന, സമിതാത്ത ഷാന, ഹിബ ഭവ്യ, മിന്നു പ്രീതു, ഹാഷി റിഹാൻ, ഉമാമ ഷിബിൻ ഷാന, സന അമൃത, ഷബീർക്ക മുഹമ്മദ് ഷബാസ്, ബഷീർ ഫാദർ ടോണി. ശബ്ദസഹായം റബിത. അസ്സലാമു അലൈക്കും പ്രിയ ശ്രോതാക്കളെ. ബലിപെരുന്നാളിന്റെ സന്തോഷവും കുടുംബങ്ങളുടെ ചിരിയും പങ്കിടലിന്റെ സ്നേഹവും നിറഞ്ഞ ഒരു ചെറിയ വീട്ടിലേക്ക് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇത് പെരുന്നാൾ വീട്. ആയിഷേ ആയിഷേ, കോഴി നേരാക്കിയ? ഇല്ലമ്മ, ഞാനിവിടെ ഉള്ളി അരിയാണ്. ഇങ്ങള് സേറാത്താനോട് പറയേ. അന്നോട് ഇന്നലെ അത് നേരാക്കി ആ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞതല്ലേ. ഇന്നേ കൊണ്ട് ഒറ്റക്ക് നടക്കൂലേ. ആയിഷ, ബിരിയാണിന്റെ അരി കഴിക്കുക? ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഉമ്മ. ഇവിടെ ഒന്ന് വന്ന് നോക്കി, ഒറ്റ പണി എടുക്കണില്ലേ. ഒക്കെ ഞാൻ ഒരാൾ ഒറ്റക്ക് ചെയ്യണമെന്ന് വെച്ചാ ഇന്നെ കൊണ്ട് വെക്കൂലാട്ടോ. ഒരു പീസല്ലേ അത്, ഇപ്പെടുത്താ ആരും അറിയണ്ടാവൂലേ കാരം അല്ലേ? ഹാഷി, ഞാനൊന്നും ചെയ്തില്ല. ഓ, എന്തൊരു കഷ്ടം അത്. ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. എടി മിന്നു, എന്താ അക്കടന്ന് കാറാണ്ട് കാര്യം പറ. ജിന്റെ ചാർജർ കണ്ടാ? പിന്നെ അതും കൊണ്ട് നടക്കല്ലേ പണി. ആ ഹാഷി വല്ലതും എടുത്തുണ്ടാവും. അന്റെ ചാർജർ ഓനോട് പോയി ചോദിക്കേ. എടാ ഹാഷിയെ, ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇനിയിപ്പൊ എന്നോട് എന്തെങ്കിലും ചോദിച്ചാ? പിന്നെ ഞാനൊരു സേഫ്റ്റിക്ക് പറഞ്ഞ. ഓടണ്ട, ഓടിച്ചിട്ട് എനിക്ക് ഇന്ത്യ കിട്ടും. അതിനിജേതാ, ഞാൻ ഓടും. ഇമ്മമ്മ ഇവ തന്നെ തല്ലി. എന്തിനാ എന്നെ ഞാൻ തല്ലിയേ? ഓന്റെ ചാർജർ എടുത്ത് വെച്ചിട്ട് തരുന്നില്ലേ? അത് തരാൻ പറയുമ്മ. ഞാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതിന് കയ്യും കാലും വെച്ചാ മര്യാദക്ക് എനിക്കത് തിരിച്ചെന്നോ? അയ്വാ, എന്താപ്പത് തല്ലോ? നിക്ക് ഞാൻ അതൊന്ന് വീഡിയോ എടുക്കട്ടെ, എന്നിട്ട് ഫാമിലി ഗ്രൂപ്പിൽ ഇടാ. ഫാത്തിമ, ഫോൺ അവിടെ വെച്ച് തക്കാളി തരുന്ന. ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ മമ്മ? അതൊക്കെ എന്റെ കുട്ടിയെ ഈ കുന്ത്രാണ്ടത്തിലല്ല, മനസ്സിലുണ്ടാക്കണ്ടേ. ഡീ പെണ്ണെ, ഇജിവിടെ വന്നത് ചെയ്താ? ഓ, ഇനിയിപ്പൊ നമ്മളൊന്നും ചെയ്യാത്തോണ്ടൊന്നും നടന്നില്ല വേണ്ട. പാവട്ടോ, ഞങ്ങളെ കളിയാക്കാൻ വന്നിട്ട് ഇപ്പൊ പണി കിട്ടി. ഓ, ഇജൊന്ന് പോടാ. ആയിഷ, ഒരു ഗ്ലാസ് ചായ കണ്ട് എടുത്താ? ദേ, എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഇങ്ങക്ക് ചായ മാത്രം തന്നാ പോരാ. എന്താ എന്റെ ഐശോ, അന്നോടൊരു ചായയല്ലേ ചോദിച്ചോളൂ. ഈ പോലുള്ള അടുക്കള പണി മാത്രല്ല നിങ്ങക്ക്, ബാക്കി പുറത്ത് എത്ര പണിയുണ്ട് അറിയോ എനിക്ക്? അതൊക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടാ ഞാൻ ഇവിടെ വന്ന് നിക്കണേ. ഈ കസേരയിൽ ചായ കുടിക്കാണല്ലോ എന്റെ പണി, ഇല്ലേ ഷബീറെ? ഇപ്പൊ തന്നെ ഇത് 4ാമത്തെ ചായ ഇണത്താ. ഞാനേ പെരുന്നാൾ എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യനി. അതെ, എവിടുന്ന് തിന്ന് തുടങ്ങണം എന്നാവും എന്റെ പ്ലാന്. ഇവിടുത്തെ വൈഫൈന്റെ പാസ്വേഡ് ആരേലും ഒന്നൊക്കെ പറഞ്ഞുതരോ? ഈ പെരുന്നാക്കെങ്കിലും നമുക്കതിൽ കളിക്കാന്നോടെ എന്റെ ഹിബമോളെ. എന്റെ അമ്മമ്മ, ഇതൊക്കെ സ്റ്റോറി ഇടണ്ടേ? എന്നാലല്ലേ എല്ലാരും കാണാ. എന്റെ ഫോട്ടോ സ്റ്റോറി ഇടണം. ഇടൂല, ഇജ്ജെന്താ കാട്ടുക? മര്യാദക്ക് ജിന്റെ ഇട്ടോ, അല്ലെങ്കിൽ ഇജ്ജു ഇടൂല. ഇടൂല പറഞ്ഞ ഇടൂല. എനിക്ക് അതിനിപ്പോ എന്റെ ഫോൺ കിട്ടണ്ടേ, എന്നാലല്ലേ ഇച്ചിടുള്ളൂ. ഞാൻ തരൂല. സൈറ, ആ മല്ലിയില അങ്ങോട്ട് എടുത്താ. അല്ലോ, മല്ലിയില എവിടെ? അത് കാണാനല്ലോ അമ്മ. അപ്പൊ അത് വാങ്ങിയില്ലേ? ഞാൻ ഷബീർ ഖാനോട് വാങ്ങാൻ പറഞ്ഞീനു. ഷബീറേ, എടാ ഷബീറേ. എന്തമ്മ, എന്താ പറ്റിയേ? നിങ്ങൾ എത്ര ആർക്കണേ? എവിടെയുടെ ബലാല എന്നോട് വാങ്ങാൻ പറഞ്ഞ മല്ലിയല? അതുണ്ടല്ലോ അമ്മ, ചെറുതായിട്ട് വാങ്ങാൻ മറന്നാ തോന്നണേ. പോയി വാങ്ങടാത്. ഞാനതാ പോയി. ഈ ചെക്കന്റെ ഒരു കാര്യം. ഫാത്തിമ, ഈ ഹിജാബ് എങ്ങനെയുണ്ട്? ആ, ഇത് കൊള്ളാം. അല്ലേലും വേണ്ട. ഇതെങ്ങനെയുണ്ട്? ഈ കറുപ്പാണോ പച്ചയാണ് രസം? ഏതിട്ടിട്ടിപ്പ എന്താ? ഇജ് കുറച്ചേനാ മാറ്റൂലേ? ഞാൻ സുന്ദരിയായോ? ഇമ്മമാന്റെ സേനക്കുട്ടി അതിന് എപ്പോഴും സുന്ദരിയല്ലേ?
എടി മിന്നോ എന്റെ ക്യാപ്പ് കൊണ്ട് തന്നാ. ഞാൻ തരില്ല. ഇജ്ജെന്തിനാ തല്ലിയേ? അത് പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ തല്ലിയേ. ആണോ? എന്നാ ഞാനും തരാ കുറച്ച്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇജ്ജങ്ങനെ പറയല്ലേ. അനക്ക് പ്രാന്തടി. സെമിത്ത, നിങ്ങക്ക് എന്തേലും കരീണമാണെന്ന് തോന്നുന്നുണ്ടാ? അല്ലാ, നമ്മുടെ ബിരിയാണി. ഈ ബലാലോട് അപ്പോഴേ മുണ്ടാണ്ട പണിയെടുക്കാൻ പറഞ്ഞതാ ഞാൻ. അതിന് ഞാൻ ഒന്നും മുണ്ടിയിട്ടില്ലമ്മ. ഓ പിന്നെ ഞാൻ ഒറ്റക്കായിരുന്നല്ലോ മുണ്ടീനെ. നിന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? മാണ്ട, ഇങ്ങളും കൂടെ ഒരു കുറവുള്ളൂ. നിങ്ങള് വന്ന ഉള്ള പണിയും കൂടും. അത് ശരിയോള് പറഞ്ഞത്. ഈ പെരുന്നാക്കന്നെ ഈ പെരങ്ങക്ക് കത്തിക്കണോ? വരീ എല്ലാരും ഒന്ന് വേഗം നിന്നാ നമുക്ക് പിക്ക് എടുക്കാ. നിക്ക് പെണ്ണേ, ഞാൻ എന്റെ ഷാളൊന്ന് നേരാക്കട്ടെ. എടി ഫിൽറ്റർ ഇടുട്ടോ. എടി എന്നെ കാണാൻ ചൊറുക്കുണ്ടോ? ഇന്ന് സ്ലിം ആക്കണം കേട്ടോ. നിങ്ങളൊന്ന് പോയി കാണി. ആദ്യം നിങ്ങളെ തീറ്റ കുറക്കണം, എന്നാലേ ഇതൊക്കെ ഒന്ന് കുറയുള്ളൂ. ഉമ്മമ്മ നിങ്ങൾ നടുവിലിരുന്നോളിയും. ഞാൻ അമ്മമ്മന്റെ മടിയിലിരിക്കട്ടെ. ഉമ്മമാന്റെ സെനക്കൂട്ടിനെ അല്ലാണ്ട് പിന്നെ ആരെ മടിയിലിരുത്തുക? എന്നാ ഞാൻ അമ്മമാരുടെ അപ്പുറത്തിരിക്കും. എന്നാ ഞാൻ ഇവിടെ ഇരിക്കും. അപ്പൊ പിന്നെ ഞാൻ എവിടെ ഇരിക്കുക? ഈഷ്, നിങ്ങൾ എന്തേലും കാട്ട്, ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാ. എവിടേച്ചിരിക്ക്. അപ്പൊ ഓക്കെ, സ്മൈൽ പ്ലീസ്. സെമിത്ത, നിങ്ങളെ കാലത്ത് പെരുന്നാൾ എങ്ങനെയായിരുന്നു? അതിന്റെ കുട്ടിയെ ഇന്നത്തെ പോലൊന്നല്ല. എത്ര ദൂരെയാണേലും എല്ലാരും അന്നത്തെ ദിവസം ഒന്നിച്ചു കൂടും. പിന്നെ അവിടെ ആകെ ഒച്ചയും ബഹളം. അതൊരു രസയിനു. അന്നീ പറയുന്ന ഫോണൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാരും മുഖത്തോട് മുഖം നോക്കി വർത്താനം പറയും. റബ്ബേ, ഈ ഫോണും നെറ്റും ഒന്നുമില്ലാതെ നിങ്ങൾ എങ്ങനെ നിന്നേ? അതിനൊക്കെ എവിടെ നേരം എന്റെ കുട്ടിയെ. രാവിലെ മുതൽ രാത്രി വരെ എല്ലാരും ഓരോരുത്ത് കൂടും. പിന്നെ കളിയും ചിരിയായിട്ട് സമയം പോണ പോലും അറിയില്ല. ഇനിയിപ്പൊ എല്ലാരും നാളെ പോവും ലമ്മ. എല്ലാവർക്കും ഓരോതായ ജീവിതല്ലേ. മക്കളാ വെച്ച് ഓരോ പിടിച്ചു വെക്കാനൊന്നും പറ്റൂലല്ലോ നമ്മക്ക്. എന്റെ ഉമ്മമ്മ, നിങ്ങളിങ്ങനെ ടെസ്റ്റ് ആവല്ലേ. നിങ്ങക്ക് എപ്പോ കാണാൻ തോന്നണോ അപ്പൊ ഞങ്ങൾ ഇവിടെ പറന്നെത്തൂലേ. ആന്ന്, നിങ്ങൾ എങ്ങനെ നിന്നാ ഞങ്ങൾക്ക് എങ്ങനെ പോവാൻ പറ്റിയ? ഓ, ഇനിയിപ്പൊ ഞാൻ കാരണങ്ങൾ പോവാണ്ടൊക്കെ ഒന്നും വേണ്ട. ഈ ഇമ്മമാനെ ഇടക്കൊക്കെ ഒന്ന് വിളിച്ചാ മതി. പിന്നല്ലാണ്ട് ഞങ്ങളെ സുന്ദരിക്കുട്ടിനെ വിളിക്കാതെക്കോ? പോടാ അവിടുന്ന്. ഔ, അപ്പോത്തിന് നാണം വന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ ബഷീറോ, ഇങ്ങോട്ട് കയറി വാടാ. ഇല്ലുമ്മ, ഞാനിത് ഇങ്ങോട്ട് തരാൻ വന്നതാ. അതെന്ത് വർത്താന വെച്ചേ ഇങ്ങോട്ട് കേറിക്കാ. പെരുന്നാളായിട്ട് തിന്നാണ്ട് പോവാ. നിങ്ങൾ ഇവിടെ ഇരിക്കി. മാണ്ട ഐഷത്ത, ഇവിടെയുള്ള സന്തോഷം കണ്ടാൽ തന്നെ വയറിനിറയും. എന്താ ബഷീറേ, പെരുന്നാളായിട്ട് എനിക്ക് സന്തോഷമൊന്നുമില്ലേ? എനിക്കെന്താ, എല്ലാരും ഓരോ ഭാഗത്താ. ഇപ്രാവശ്യം ജോലി കുറവായോണ്ട് വലിയ ഒരുക്കൊന്നുമില്ല. ബഷീറേ, ഇപ്പൊ അവിടെ ആരൊക്കെയുള്ളേ? ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഇയ്യേ, ഒരു കാര്യം ചെയ്യേ, പോയി എന്റെ ഉമ്മാനെയും കൂട്ടി ബാ. ഈ പെരുന്നാൾ അമ്മക്കൊക്കെ കൂടെ ഇവിടെ കൂടാ. അത് വേണോ ഉമ്മ? പെരുന്നാൾക്ക് അങ്ങനെ പാരും ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ഈ അങ്ങോട്ട് പറഞ്ഞത് കേട്ടാ മതി. എത്താ ബഷീറേ, കുറച്ചുകൂടെ അങ്ങോട്ട് ചോറിട്ടാ. ഇത്താ, നിങ്ങളും കഴിക്കും. ഇച്ചു കാട്ട് കുറച്ച് ബിരിയാണി. ഇപ്പൊ തന്നെ 3 പ്ലേറ്റ് തിന്ന്. ഉമ്മമ്മ, ഈ ചോറൊക്കെ അടുത്ത പേരേക്ക് കൊടുക്കല്ലേ. അവിടെ സാറാമച്ചിയൊക്കെ ഒറ്റക്കല്ലേ ഉള്ളൂ. ആ മോളെ, ജിഹിബനെയും കൂട്ടി തോർക്ക് കൊണ്ടേ കൊടുക്കേ. അപ്പുറത്തെ ഗായത്രക്കും കൊടുത്തോ. പെരുന്നാളല്ലേ, എല്ലാവർക്കും സന്തോഷാവട്ടെ. ഞാനും ഉണ്ട് കേട്ടോ. ആ, അടിപൊളി. ഇജിപ്പത് വൈക്കന്ന് തിന്നുങ്ങാണ്ട് ആ സാധനപ്പാടെ എത്തുവോ? മമ്മ, ഒരു സംശയം. എന്താ ഇപ്പൊ ഉമ്മമാന്റെ കുട്ടിക്ക് ഒരു സംശയം? അതുണ്ടല്ലോ മമ്മ, ഈ പെരുന്നാള് പറഞ്ഞെന്താ? ആഹാ, ഇതാണോ ഞങ്ങളുടെ സനക്കുട്ടിക്ക് സംശയം? അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കുണ്ട്. പുതിയ ഡ്രസ്സ് എടുക്കലും ബിരിയാണി ഉണ്ടാക്കലൊക്കെയാണോ പെരുന്നാള്? അതൊന്നും അല്ല പെരുന്നാള്. ആരെയും ഒറ്റയ്ക്ക് ഇരുത്താതെ കൂടെ കൂട്ടുന്നതാണ് പെരുന്നാള്. നമ്മള് വയറ് നിറക്കുമ്പോ അയൽവാസിനെയും നമ്മുടെ കുടുംബങ്ങളെയും കൂടെ കൂട്ടുന്നതാണ് പെരുന്നാള്. ചില പേരേല് ചോറും സന്തോഷം കുറവായിരിക്കും. എന്നാ ഒരു വാന്ന വിളി മതി മനസ്സും വയറും നിറയാൻ. പെരുന്നാള് ഭക്ഷണത്തിലല്ല, കൂടെ ഇരിക്കുന്ന ആൾക്കാരിലാ. എല്ലാരും ഒന്ന് നേരെ ഇരിക്കി. ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു ഫോട്ടോ കൂടി എടുക്കാം. ഫിൽറ്റർ മറക്കല്ലേ. എന്നെ നേരെ കിട്ടണം കേട്ടോ. ആദ്യം എല്ലാരും ഒന്ന് ഐക്ക് നോക്കി. അപ്പൊ റെഡിയല്ലേ? സ്മൈൽ പ്ലീസ്. സ്നേഹത്തിന്റെ സുഗന്ധവും പങ്കിടലിന്റെ സന്തോഷവും ഒരുമയുടെ ചൂടും നിറഞ്ഞ ഈ ബലിപെരുന്നാളിൽ ഓരോ വീടും സന്തോഷത്തോടെ നിറയട്ടെ. ഓരോ ഹൃദയവും സമാധാനത്തോടെ പുഞ്ചിരിക്കട്ടെ. ആ സന്തോഷങ്ങളും ഓർമ്മകളും ചേർത്ത് നിങ്ങളിലേക്ക് എത്തിയ പരിപാടിയായിരുന്നു പെരുന്നാൾ വീട്. ഒരു വീട്ടിലെ ചിരികളും തിരക്കുകളും സ്നേഹവും ചേർത്തൊരുക്കിയ ഒരു മനോഹരമായ പെരുന്നാൾ യാത്ര.
അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും കരുണയും ഐക്യവും നിറക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസ. ശ്രോതാക്കൾ കേട്ടത് ബക്രീദിനോടനുബന്ധിച്ചുള്ള പ്രത്യേക റേഡിയോ നാടകം പെരുന്നാൾ വീട്. രചന സംവിധാനം ഫാത്തിമ തഹാനി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഫാത്തിമ ഫെമിന, ആയിഷ ആൻറ്റി നെജ്വ, സൈറ ആൻറ്റി ജസ്ന, സമിതാത്ത ഷാന, ഹിബ ഭവ്യ, മിന്നു പ്രീതു, ഹാഷി റിഹാൻ, ഉമാമ ഷിബിൻ ഷാന, സന അമൃത, ഷബീർക്ക മുഹമ്മദ് ഷബാസ്, ബഷീർ ഫാദർ ടോണി. ശബ്ദസഹായം റബിത.